ദുരിതങ്ങളിൽ നിന്ന് മഹാദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് തിരുവനന്തപുരം വെള്ളറട സ്വദേശിനി സനിത. കായിക താരമായിരുന്ന സനിതയ്ക്ക് പരിശീലനത്തിനിടെ വീണ നട്ടെല്ലിന് ക്ഷതമേറ്റു. ഇതോടെ ജീവിതമാകെ തകിടം മറിഞ്ഞു. ഒരു കാലത്ത് ട്രാക്കിൽ മിന്നൽ പിണറായിരുന്ന കാലുകൾ നിലത്തൊന്നുറച്ചുവയ്ക്കാൻ പ്രയാസപ്പെടുകയാണ് സനിത. എഴുന്നേറ്റു നിൽക്കാൻ ഊന്നുവടികൾ വേണം. അല്പനേരം നിന്നാൽ കാലുകൾ തളരും. പടിക്കെട്ടുകൾ കയറണമെങ്കിൽ ഒരാളുടെ കൈത്താങ്ങു വേണം. മനസമാധാനമായി ഒന്നുറങ്ങിയിട്ട് വർഷങ്ങളായി. ശരീരത്തിന്റെ തളർച്ച സനിതയുടെ മനസ്സിനെയും ബാധിച്ചിരിക്കുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ മികച്ചൊരു കായിക താരമായിരുന്നു സനിത. ഹൈജമ്പിലും ഹ്രസ്വദൂര ഓട്ടത്തിലും സംസ്ഥാനതലത്തിൽ വരെ മത്സരിച്ചിരുന്നു. കായിക പരിശീലനത്തിനിടെ തന്നെയാണ് ജീവിതം ദുരിതത്തിലാഴ്ത്തിയ അപകടമുണ്ടായത്. ഹൈജമ്പ് പരിശീലനത്തിനിടെ ജമ്പിംഗ് പിറ്റിൽ പുറമടിച്ചു വീഴുകയായിരുന്നു. ചെറിയ വേദന തോന്നിയതിനെ തുടർന്ന് ചികിത്സ തേടിയെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നു. ഈ സമയത്താണ് വിവാഹം കഴിഞ്ഞത്. ഗർഭിണിയായി 5 മാസം കഴിഞ്ഞപ്പോഴാണ് ശാരീരിക അസ്വസ്ഥത തുടങ്ങിയത്. നടുവിനാണ് ആദ്യം വേദന തോന്നിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ കാലുകൾ തളർന്നു. ചെറിയൊരു വേദനയായിരുന്നു. അപ്പം ഇത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കാല് മരവിക്കാൻ തുടങ്ങിയത്. അപ്പം മരവിച്ച് ഇത് ആനപ്പുറ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആദ്യം കൊണ്ട് കാണിച്ചത്. ഡോക്ടർ ഖാൻ കാണിച്ചു. അപ്പോൾ പറഞ്ഞു മസിൽ പെയിൻ ആയിരിക്കും, ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുറയുമെന്ന് പറഞ്ഞു. അപ്പം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേദന കുറഞ്ഞു. പക്ഷെ ഈ വലത് വശം കൊണ്ട് അങ്ങ് ചരിഞ്ഞു കൊടുത്തു. ഈ 5ാമത്തെ ആ ഭാഗത്തുനിന്ന് വലതുവശം കൊണ്ട് ചരിഞ്ഞു കൊടുത്തു. പിന്നെ പിറ്റം തൊട്ടാണ് കാല് മരവിച്ച് ഫുള്ള് മരവിക്കാൻ തുടങ്ങി. അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലാണ് ആദ്യം കാണിച്ചത്. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. പ്രാഥമിക പരിശോധനയിൽ തന്നെ നട്ടെല്ലിനാണ് പരുക്കുള്ളതെന്ന് വ്യക്തമായി. ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഗർഭിണിയായതിനാൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാകുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. പിന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. MRI സ്കാൻ നടത്തിയപ്പോൾ രോഗം എന്തെന്ന് വ്യക്തമായി. നട്ടെല്ലിലെ കശേരുക്കളിലൊന്ന് പൊട്ടിദ്രവിച്ചതിനെ തുടർന്ന് സുഷുമ്നാ നാഡിക്ക് ക്ഷതമേറ്റതാണെന്ന് തെളിഞ്ഞു. അപ്പോഴേക്കും സനിതയുടെ ശരീരം അരയ്ക്കു താഴെ തളർന്നുപോയിരുന്നു. 1 വർഷം പാടെ കിടയായിരുന്നു. എന്റെ കാലിൽ എവിടെ തൊട്ട്, ഉള്ളം കാലിൽ തൊട്ട് എവിടെ തൊട്ടെന്ന് പറയും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പാടെ കിടയായിരുന്നു. പിന്നെ അങ്ങോട്ട് തിരിച്ച് ആരെങ്കിലും സഹായം വേണം, 2 പേര് വേണം. അങ്ങോട്ട് തിരിയണമെങ്കിൽ ആരെങ്കിലും പിടിച്ച് അങ്ങോട്ട് മറിച്ച് കിടക്കണം. പിന്നെ നിവരണമെങ്കിൽ അടുത്ത് വീണ്ടും ആരെങ്കിലും ഇങ്ങനെ പിടിച്ചിങ്ങനെ നിവർത്തി കിടക്കണം. പിന്നെ കാല് മടക്കി വെക്കാൻ, ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ 3 പേരെ സഹായത്തോടു കൂടാണ് ഇരിക്കണത്. ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തി. 2.5 മാസം കഴിഞ്ഞപ്പോൾ സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. അസഹനീയമായ വേദനയിലും മനസാന്നിധ്യം കൈവെടിഞ്ഞിരുന്നില്ല. ചികിത്സയ്ക്കായി ആകെ ഉണ്ടായിരുന്ന പുരയിടം ഉൾപ്പെടെ വില കിട്ടുന്ന എല്ലാം വിറ്റു. എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. പക്ഷേ താങ്ങാവേണ്ട സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് സനിതയെ ഏറെ തളർത്തിയത്. 4 മാസം വരെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. വീടും സ്ഥലവും എല്ലാം വിറ്റു. കുറച്ച് ആഭരണം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റാണ് ഹോസ്പിറ്റൽ ചെലവെല്ലാം കഴിച്ചത്. ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചു. പിന്നെ തിരിഞ്ഞൊന്നും നോക്കാതെ അങ്ങനെയായി. പിന്നെ നാട്ടുകാർ സഹായം, അവർ കുറച്ചൊക്കെ സഹായിച്ചു. ആശുപത്രി ചെലവ് താങ്ങാൻ പറ്റുന്ന അധികമായിപ്പോയി. ആശുപത്രിയിൽ പിന്നെയും കിടന്നു 4 മാസത്തിലേറെ. വൻ തുകയുടെ ബില്ലായി. ആകെയുണ്ടായിരുന്ന 4 സെന്റ് സ്ഥലവും വീടും വിറ്റു. പലരിൽ നിന്നും പണം കടം വാങ്ങി. നിവൃത്തിയില്ലാതെ ചികിത്സ മതിയാക്കി. വീടു നഷ്ടപ്പെട്ടതോടെ സനിതയും പ്രായമായ അമ്മയും കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. അമ്മ കൂലിത്തൊഴിൽ ചെയ്തു കിട്ടുന്ന തുച്ഛമായ തുകയായിരുന്നു കുടുംബത്തിന്റെ ആകെ വരുമാനം. പ്രായാധിക്യം കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകാനാകാതെയായി. നാട്ടിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ സനിതയ്ക്ക് താൽക്കാലികമായി ജോലി കിട്ടിയെങ്കിലും 2 മാസം കഴിഞ്ഞപ്പോൾ ഉടമ ഒഴിവാക്കി. വരുമാനം നിലച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബൂത്ത് ജോലി കിട്ടി. മാസം 500 രൂപ വീതം കിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പം അവർക്ക് വന്നിട്ട് ബൂത്തിലെ വരുമാനം കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര
ഇതായിപ്പോ എന്ന് വെച്ചാൽ ആ പൈസ വെച്ചാണ് ഞാൻ ഇവിടെ ഫീസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ ഇരിക്കാനും പറ്റില്ല. എൻ്റെ കുഞ്ഞമ്മയുടെ വീടല്ലേ, അപ്പോൾ അങ്ങനെ ഇതായപ്പോൾ ഇവളെന്നെ വിളിച്ച് ഞാൻ ഇങ്ങനെ വന്നത്. അവസ്ഥ മനസ്സിലാക്കിയ സുഹൃത്ത് കലയാണ് സനിതയെ കാസർകോട്ടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ കാസർഗോഡ് മൊഗ്രാലിൽ കലയുടെ വീട്ടിലാണ് താമസം. ശാരീരികവും മാനസികവുമായി തളർന്നുപോയ സനിതയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം മകൾ ശ്രുതിയാണ്. ഇപ്പോൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രുതി. തിരുവനന്തപുരം വെള്ളറടയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. പഠിക്കാൻ മിടുക്കിയാണിവൾ. എന്നാൽ മകളുടെ പഠനച്ചെലവിനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നെടുവീർപ്പിടുകയാണ് സനിത. ഞങ്ങൾ ആരെങ്കിലും വീട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ പോലും സ്ഥലമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പത്രത്തിൽ ഒരു പരസ്യം വന്നത്. എറണാകുളത്ത് സോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന, അപ്പോൾ അവയവദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഫോൺ വിളിച്ച് തന്നെ അതിൻ്റെ ഫോം വരുത്തി ഞാൻ എൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശസ്ത്രക്രിയ കൂടി നടത്തിയാൽ അസുഖം ഭേദമാക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മേജർ ശസ്ത്രക്രിയയാണിത്. ഇതിന് വൻതുക വേണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തിടത്ത് ഇത്രയും വലിയ ഒരു ശസ്ത്രക്രിയയെക്കുറിച്ച് സനിതയ്ക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സനിതയുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് കാഴ്ച അഭ്യർത്ഥിക്കുന്നു. സനിതയെ സഹായിക്കണമെന്ന് പ്രേക്ഷകരോടും കാഴ്ച അഭ്യർത്ഥിക്കുന്നു. കാഴ്ചയും ചെറിയ സഹായം വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട മേൽവിലാസം: ദി പ്രൊഡ്യൂസർ, കാഴ്ച, മനോരമ ന്യൂസ്, അരൂർ PO, ആലപ്പുഴ. പിൻ 688534. വീണ്ടും പറയാം: ദി പ്രൊഡ്യൂസർ, കാഴ്ച, മനോരമ ന്യൂസ്, അരൂർ PO, ആലപ്പുഴ. പിൻ 688534. kaazha@manoramanews.com എന്ന ഇമെയിൽ മേൽവിലാസത്തിലും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ കാഴ്ചയുടെ പഴയ എപ്പിസോഡുകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com ലഭ്യമാണ്. കാഴ്ചയുടെ സഹായനിധിയിലേക്ക് നിരവധി പേർ ഇത്തവണയും സഹായധനം അയച്ചു തരികയുണ്ടായി. കലൂരിൽ നിന്ന് അനീഷ് PB, കണ്ണൂരിൽ നിന്ന് സലോമി ജോസ്, അബുദാബിയിലെ ഗൾഫ് പ്രീകാസ്റ്റ് കമ്പനിയിൽ നിന്ന് ഒരു സംഘം മലയാളി സുഹൃത്തുക്കൾ, സൗദിയിൽ നിന്ന് ശോശാമ്മ, ജോർജ് അലക്സാണ്ടർ, കാക്കനാട് നിന്ന് KJ ശശി, PV ആന്റണി, തിരുവല്ലയിൽ നിന്ന് രവികുമാർ, വടക്കൻ പറവൂരിൽ നിന്ന് ജോൺ, തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് അഡ്വക്കേറ്റ് അബ്രഹാം ഐസക്, കൊച്ചി പാലാരിവട്ടത്ത് നിന്ന് അലീന അന്ന സക്കറിയ, നലിയായിൽ നിന്ന് രാജേഷ്, ലണ്ടനിൽ നിന്ന് അനിത പ്രകാശ് എന്നിവർ അയച്ചു തന്ന കാശും സന്ദേശങ്ങളും ലഭിച്ചു. ഏവർക്കും നന്ദി. ഈ ആഴ്ചത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.